ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അതോടൊപ്പം വിദൂര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് 2 എപ്പിസോഡുകളാണ് 2 ആഴ്ചകളിലായി ചെയ്തത്. ഒന്ന് ലൈവ് ഡിസ്കഷനായിരുന്നു അമലുമായിട്ട്. രണ്ടാമത്തെ വീഡിയോ എന്നുള്ളത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എങ്ങനെയാണ് അവരുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇഫക്റ്റീവ് ആകുന്നതും അതോടൊപ്പം ചില പോരായ്മകൾ ഉണ്ടായിരുന്നു, അത് എങ്ങനെ അവർ ബെറ്റർ ചെയ്യുന്നു എന്ന കാര്യവുമായി ബന്ധപ്പെട്ട്. അതിനിടയ്ക്ക് വേറൊരു വീഡിയോയിൽ ഒരു വിദ്യാർത്ഥിനി അവരുടെ പ്രശ്നങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൻ്റെ ഓഡിയോ ഞാൻ പ്ലേയും ചെയ്തിരുന്നു. സോ അങ്ങനെ മൊത്തത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും വിദൂര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഡിസ്കഷൻ വന്നു. സോ അതിൻ്റെ ഒരു അവസാനത്തെ എപ്പിസോഡായിട്ട്, അതായത് ആ ഒരു സീരീസിലെ അവസാനത്തെ എപ്പിസോഡായി ഇതിനെ നിങ്ങൾക്ക് കണക്കൂട്ടാം. ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾക്ക് താഴെ വന്ന ചില ക്വസ്റ്റ്യൻസാണ്, ചില കാര്യങ്ങളാണ്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, സോ ഇതിൽ വളരെയധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻ്റാണ്, അതായത് അവരുടെ അഭിപ്രായങ്ങളാണ്. സോ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഉമേഷ് മനിം 1534 എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഫോൺ നമ്പറാണ്. കാരണം ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി സിയുടെ അനുവാദപ്രകാരം അവരുടെ, അതായത് വി സിയുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യാമെന്നുള്ളത്. ഒബ്വിയസ്ലി ഉമേഷ് മാനിം, നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി തരികയാണെങ്കിൽ എനിക്ക് ഫോൺ നമ്പർ ഷെയർ ചെയ്യാൻ പറ്റും. ഒരു പബ്ലിക് ഡൊമൈനിൽ എനിക്കിടാൻ പറ്റില്ല, കാരണം അദ്ദേഹം വി സി ആണ്, യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. സോ എല്ലാ കോളും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല. സോ പബ്ലിക് സ്പേസിൽ ഞാൻ ഇടുന്നില്ല. നിങ്ങൾ ഇമെയിൽ അയക്കുകയോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഫോണിൽ വാട്സപ്പ് വഴി ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായി അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം ആഫ്റ്റർ ഹിസ് അപ്രൂവൽ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് നിഖിൽ ശ്യാം 6555 എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ്. ഓൺലൈൻ ഡിഗ്രി വാലിഡ് അല്ലേ? ആണ്, ഇഫ് ഇറ്റ് ഈസ് UGC അപ്രൂവ്ഡ്. അതിനുള്ള ഉത്തരം അതാണ്. രണ്ടാമത്തെ ചോദ്യം, UGC റൂൾ പ്രകാരം ഓൺലൈൻ ഇക്വാലൻസി ആവശ്യം ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു റൂൾ ഉള്ളതായിട്ട് എനിക്കറിയില്ല, റീസെൻ്റ്ലി വന്നിട്ടുള്ളത്. ദയവായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ PDF അതിൻ്റെ റെഗുലേഷനോ അല്ലെങ്കിൽ സർക്കുലറോ വന്നിട്ടുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ആൾക്കാരുമായി ഡിസ്കസ് ചെയ്ത് കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആന്ധ്ര യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് UG ഡിഗ്രി ഓൺലൈൻ ചെയ്താൽ കേരളത്തിൽ വാലിഡ് ആവുമോ? ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കുകയാണെങ്കിൽ ടെറിട്ടോറിയൽ ജൂറിസ്ട്രിക്ഷൻ ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. സോ ആന്ധ്രയിലാണെങ്കിൽ സ്റ്റഡി സെൻറ്റർ, UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് എക്സാമിനേഷൻ എഴുതണം. അവിടെ ആയിരിക്കണം നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ, അവിടെ ആയിരിക്കണം നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഓൺലൈൻ ഡിഗ്രി അങ്ങനെയല്ല, അവിടെ ഇതുപോലുള്ള ടെറിട്ടോറിയൽ ജൂറിസ്ട്രിക്ഷൻ വരുന്നില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ ആന്ധ്ര യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിഗ്രി അത് UGC അപ്രൂവ്ഡ് ആണ് എന്ന ഒരു സർക്കുലറോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ലെറ്റർ ഹെഡിലോ UGCയുടെ ലെറ്റർ ഹെഡിലോ ഉള്ള ഒരു പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാതെ ദയവായിട്ട് അഡ്മിഷൻ നൽകുന്ന ബ്രോക്കേഴ്സിൻ്റെയോ ഏജൻസിയുടെയോ കാശ് കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് കാശ് വാങ്ങാനുള്ള ഒരു മണ്ടത്തരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. ദയവായിട്ട് പ്രൂഫ് ചോദിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, സോ അത് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒന്നുകിൽ UGC DBയിൽ പോയി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞത് അവരോട് ചെക്ക് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആതിര രാജൻ VP എന്നുള്ളൊരു അക്കൗണ്ടാണ്. 2025 അഡ്മിഷൻ ആണ്. നമുക്ക് ലേണിംഗ് മെറ്റീരിയൽസ് എപ്പോൾ കിട്ടും? അതുപോലെ നമ്മളുടെ ഫസ്റ്റ് സെം എക്സാം എപ്പോൾ ഉണ്ടാകും? ഏകദേശം ഒന്ന് പറയാൻ പറ്റുമെന്നാണ്. VCയോടാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം അവരുടെ ഹെൽപ്പ് ഡെസ്ക് ഇമെയിൽ ID ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാം. ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടിക്ക്. സോ അവരെ കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഗ്രാഫിക് സമീർ 5231 എന്നുള്ളൊരു അക്കൗണ്ടാണ്. സർ, പ്രൈവറ്റായിട്ട് ഒരു കോളേജിൻ്റെ കീഴിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ഡിഗ്രി AVL ഉണ്ടെന്ന് അവൽ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാമോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോഴും ഡിസ്റ്റൻസ് ഡിഗ്രി ചെയ്യുന്നുണ്ടോ? ഓക്കെ,
ഈ പ്രൈവറ്റ് ഡിഗ്രി, ഡിസ്റ്റൻസ് ഡിഗ്രി രണ്ടും രണ്ടാണ്. ഓക്കെ, അത് ദയവായിട്ട് കൂട്ടിക്കിഴക്കരുത്. പ്രൈവറ്റ് ഡിഗ്രി എന്നുള്ളത് അന്ന് പിന്നെ ഡിഗ്രിക്ക് പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും UGC ഒരു നിശ്ചിത സീറ്റ് ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും സീറ്റ് ലഭിക്കാത്തൊരവസ്ഥ വരുമ്പോൾ ഒരു ലിമിറ്റഡ് ടൈമിൽ മാത്രം UGC യൂണിവേഴ്സിറ്റികൾക്ക് ചെറിയൊരു സ്വാതന്ത്ര്യം നൽകിയിരുന്നു, ഫ്രീഡം നൽകിയിരുന്നു ഡിഗ്രി പ്രൈവറ്റായിട്ട് നൽകാമെന്നുള്ളത്. അതുവഴിയാണ് പാരലൽ കോളേജും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ അത് അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡിഗ്രി ചെയ്യാൻ പറ്റും, ഓൺലൈൻ ഡിഗ്രി ചെയ്യാൻ പറ്റും. ഇതൊക്കെ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള അവർക്ക്, അതായത് ഡയറക്റ്റ്ലി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ വരെ UGCയിലേക്ക് എത്തുന്ന ബൈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് എത്തുന്ന സൗകര്യമുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ പ്രൈവറ്റ് ഡിഗ്രി ചെയ്യരുത്. അതിന് സാധ്യത ഇപ്പോൾ ഇല്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. ദയവായിട്ട് നിങ്ങൾ ആ വഴിക്ക് പോകരുത്. ഡിസ്റ്റൻസ് ഡിഗ്രി ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചില കോഴ്സുകൾക്കൊക്കെ അപ്രൂവലുണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ DEB UGC എന്ന് ഗൂഗിളിൽ അടിച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്രൂവലുള്ള ഏതൊക്കെ കോഴ്സാണെന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു ഇയറിൽ യൂണിവേഴ്സിറ്റിക്ക് അപ്രൂവൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ലോങ് ടേമിൽ കേരളത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് മാത്രമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകാൻ പറ്റുന്ന ഒരവസ്ഥ വരുന്നത്. ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും, അത് പ്രൈവറ്റ് ആയാലും ഡിസ്റ്റൻസ് ആയാലും, കോഴ്സ് കൊടുക്കുന്ന ഒരു സൗകര്യം ഒഴിവാക്കും. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ യു ക്യാൻ ഡു ഇൻ കേരള ഓൺലി ത്രൂ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതാണ് ഒരു ലോങ് ടേമിൽ വരുന്ന കാഴ്ച. ഓക്കെ, വേറൊരു ചോദ്യം. അണ്ണാമലൈ ഡിഗ്രി 2019-22 വരെ ഡിസ്റ്റൻസ് ഡിഗ്രി ചെയ്തിരുന്നു. ആ കേസ് ഇതുവരെ ഫൈനൽ വേർഡിക്റ്റ് വന്നിട്ടില്ല. ഇപ്പോൾ വീണ്ടും ശ്രീനാരായണ ഓപ്പൺ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അണ്ണാമലൈ ഡിഗ്രി വാലിഡ് ആവാൻ ചാൻസ് ഉണ്ടോ? പ്ലീസ് റിപ്ലൈ. അത് പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി കോർട്ടിലാണ് കേസുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ അമലുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം ഇതുമായി പല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ്. കോർട്ടിലും മറ്റും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ആൾക്കാരും ചേർന്നിട്ടൊക്കെയാണ് ഈ കാര്യം ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾക്ക് അമലിനെ കോണ്ടാക്റ്റ് ചെയ്യാം, ഇതിൻ്റെ ഭാഗമാകാം. ചിലപ്പോൾ അവർ ആ പർട്ടിക്കുലർ സ്റ്റുഡൻസിന് മാത്രമായിരിക്കും അപ്രൂവൽ നേടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുമായി ചേരുകയാണെങ്കിൽ നിങ്ങൾക്കും അപ്രൂവൽ ലഭിക്കും ചിലപ്പോൾ, ഇഫ് യു ആർ വിന്നിങ് ദ കേസ്. അതല്ലാതെ എല്ലാവർക്കും അപ്രൂവൽ ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നറിയില്ല. കാരണം പല യൂണിവേഴ്സിറ്റികളും ഇൻക്ലൂഡിങ് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി അതിന് വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് അറിയാനൊക്കെ കഴിഞ്ഞത്. സോ ദയവായിട്ട് അമലിനെ കോണ്ടാക്റ്റ് ചെയ്യുക. ഈ യൂണിവേഴ്സിറ്റി BCA കോഴ്സിന് AICT അപ്രൂവൽ വേണം. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം VCയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് AICT അപ്രൂവലിന് വേണ്ടി എല്ലാം റെഡിയാക്കി അവരുടെ ഇൻസ്പെക്ഷന് വിളിച്ചപ്പോൾ പറഞ്ഞത് BCAക്ക് അപ്രൂവൽ, അതായത് AICTയുടെ അപ്രൂവൽ വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ അതിന് അപ്ലൈ ചെയ്തിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ അവർ BCA ഒക്കെ നൽകുന്നുണ്ട്, ഈവൻ MCA MBA വരെ നൽകുന്നുണ്ട്. സോ നോ പ്രോബ്ലം, AICTയുടെ അപ്രൂവൽ ഇല്ല. പക്ഷേ AICTയുടെ അപ്രൂവൽ ആവശ്യമില്ല എന്ന് UGCയും AICTയും യൂണിവേഴ്സിറ്റിയെ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് അവർ ഈ കാര്യം ചെയ്തത് എന്നാണ് VC പറഞ്ഞിട്ടുള്ളത്. സോ യു ക്യാൻ ഗോ അഹെഡ്, BCA അഡ്മിഷൻ എടുക്കാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. പിന്നീട് വീണ്ടും VCയുടെ നമ്പറുണ്ടോ സർ? നമ്പറുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഇമെയിലോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ ഷെയർ ചെയ്യാം. ക്യാൻ യു പ്ലീസ് കം ലൈവ് ഓൺ സൺഡേ? ഷുവറായിട്ടും ഞാനൊരു ലൈവ് സെഷൻ എല്ലാ ആഴ്ചയും വെക്കും. ഓക്കെ, സോ ഈ ആഴ്ച പറ്റില്ല, ഇനി അടുത്ത ആഴ്ച മുതൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം. അതാണ് നമ്മുടെ ചാനൽ 23159 എന്നുള്ള അക്കൗണ്ടിൽ വന്ന ഒരു കാര്യം. അലി Z786 എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് വന്ന ചോദ്യം. ഞാനിപ്പോൾ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ഡിഗ്രി എടുത്തു, അത് നല്ലതാണോ? പ്രോബ്ലം ഒന്നും ഉണ്ടാകുകയില്ലല്ലോ? പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഈ ഭാരതിദാസൻ നൽകുന്ന യൂണിവേഴ്സിറ്റി നൽകുന്ന ഡിഗ്രി കോഴ്സിന് UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ ആ ലിസ്റ്റിൽ ഈ അഡ്മിഷൻ എടുക്കുന്ന സമയം, അത് ഏത് വർഷമായാലും ആ ഒരു വർഷത്തിൽ ആ ഒരു കോഴ്സിന് അപ്രൂവൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി എന്നുള്ളത് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റി അല്ല, അതുകൊണ്ട് അത് ഏത് സംസ്ഥാനത്താണ് ഉള്ളത്, ഇതൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്, തമിഴ്നാടു ആണെന്ന് തോന്നുന്നു. സോ അവിടെ പോയി അവരുടെ രജിസ്റ്റേർഡ് സ്റ്റഡി സെൻറ്ററിൽ പോയി എക്സാമിനേഷൻ എഴുതുക, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അതുവഴി ചെയ്യുകയാണെങ്കിൽ
പേടിക്കേണ്ട കാര്യമില്ല. എഗെയിൻ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇക്വാലൻസിയുടെ ഒരു ആവശ്യം വരും. ഈവൻ ഇഫ് ഇറ്റ് ഈസ് UGC അപ്രൂവ്ഡ് ചിലപ്പോൾ ചോദിക്കാം. സോ അങ്ങനെ ഇക്വാലൻസി ലഭിക്കുന്നോ എന്ന കാര്യം കൂടി അന്വേഷിക്കുക. സോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന ഡിഗ്രി ആ ഡിഗ്രിക്ക് UGCയുടെ അപ്രൂവൽ വേണം. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, അതായത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ അകത്തായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നീടുള്ള കാര്യം, ഇതൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ, ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് മൂന്നാമത്തെ കാര്യം വരുന്നത് ഇക്വാലൻസി. അതല്ലാതെ യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡ് അല്ലെങ്കിൽ ഇക്വാലൻസി ലഭിച്ചിട്ടും കാര്യമില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, മുരളി C2962 എന്ന അക്കൗണ്ടിൽ നിന്ന് MA ഹിസ്റ്ററി ക്ലാസ്സുകൾ ഒന്നും യൂണിവേഴ്സിറ്റിയുടെ യൂട്യൂബിലില്ല, മറ്റ് വിഷയങ്ങളെല്ലാം ഉണ്ട്. ഹിസ്റ്ററി 1, 2, 3, 4 സെമ്മുകളുടെ ക്ലാസ്സുകൾ ഉടനെ യൂട്യൂബിൽ വേണം. സോ ഈ ഒരു കാര്യം ഞാൻ VCയോട് അറിയിക്കാം. തീർച്ചയായിട്ടും അവർ ഈ കാര്യം ശ്രദ്ധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീടുള്ള ഒരു ചോദ്യം, HI Z9V8Z എന്നുള്ളൊരു ചോദ്യമാണോ അല്ലെങ്കിൽ ഒപ്പീനിയനാണോ എന്നറിയില്ല. അതെങ്ങനെയാണ് സർ സ്വാർത്ഥ താല്പര്യമാകുന്നത്? 6 സെമ്മുകൾ സപ്ലി ഇല്ലാതെ പാസ്സായ ആളാണ് ഈ പറഞ്ഞ വിദ്യാർത്ഥി. പിന്നെന്തിനാണ് യൂണിവേഴ്സിറ്റിയോട് ദേഷ്യം? കണ്ടതും അനുഭവിച്ചതും പ്രതികരിച്ചു, ചോദ്യം ചെയ്തു. ഐ നോ ഹർ, ഷീ ഈസ് മൈ ഫ്രണ്ട്. അവൾ പറഞ്ഞത് മറ്റുള്ളവരുടെ അനുഭവങ്ങളായിരുന്നു. കമൻസ് നോക്കിയാൽ അറിയാമല്ലോ, അല്ലാതെ ഇല്ലാ കഥയല്ല, ഞാൻ നേരിൽ കണ്ടതാണ്. ഇനി ഇങ്ങനെ സംഭവിക്കാതെ ശ്രദ്ധിക്കണേ എന്നേ ഉദ്ദേശിച്ചുള്ളൂ. ദാറ്റ്സ് ഓൾ. സോ ആ ഒരു വിദ്യാർത്ഥിനിയുടെ ഓഡിയോയിൽ അവർ പറയുന്നത് ചില പ്രശ്നങ്ങളാണ്. അതിൻ്റെ റിയാക്ഷനായിട്ടാണ് അല്ലെങ്കിൽ റെസ്പോൺസായിട്ടാണ് VC പ്രതികരിച്ചത്. സോ VC പ്രതികരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില വേർഷൻസ് വഴിയും അല്ലെങ്കിൽ ചില അഡ്മിഷൻ നൽകുന്ന ഏജൻസും ബ്രോക്കേഴ്സും ചില പ്രത്യേക യൂണിവേഴ്സിറ്റികളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിനെ തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ വേണ്ട എന്ന രീതിയിലുള്ള ഒരു ഓപ്പോസിറ്റ് ഫോഴ്സായി വർക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇവർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, വിദ്യാർത്ഥിനിയെ അവർക്ക് പേഴ്സണലി അറിയാം. സോ ജെന്യുനായ കേസാണെന്നാണ്. ഒബ്വിയസ്ലി അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാര്യം VCയും പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു, ചില പോരായ്മകൾ യൂണിവേഴ്സിറ്റിക്കുണ്ട്. 3 വർഷമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്, ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി പോലെയല്ല. പക്ഷേ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയെക്കാളും വളരെ പെട്ടെന്ന് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്കതിന് അപ്രൂവലിൻ്റെ ഒരു പേടിയും വാല്യൂവിൻ്റെ ഏതൊരു പേടിയും വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡൗട്ടും വേണ്ട എന്ന കാര്യവും പ്രത്യേകം പറഞ്ഞിരുന്നു. സോ ഏതായിരുന്നാലും ആ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. വിദ്യാർത്ഥിനിയുടെ പ്രശ്നം പറഞ്ഞു, ആ വിദ്യാർത്ഥിനിക്കുള്ള ആൻസർ പറഞ്ഞു. VC റെസ്പോണ്ട് ചെയ്തപ്പോൾ അത് എല്ലാവർക്കുമുള്ള ഒരു ആൻസർ ആയിട്ടാണ്, അതല്ലാതെ ഈ ഒരു പ്രത്യേക വ്യക്തിയെ ഉദ്ദേശിച്ച ഒരു കാര്യമല്ല. അടുത്തത് ഫസ്ന റുഫാനാസ. 2002 UG ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. ഫീ കുറച്ച് കൂടുതൽ ആയിരുന്നെങ്കിലും നല്ല മെറ്റീരിയൽസ് ആയിരുന്നു. ഫീസ് അത്ര കൂടുതലൊന്നുമല്ല. നിങ്ങൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി അന്വേഷിച്ചാൽ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഫീസ് കുറവാണ്. നിങ്ങൾക്ക് മാർക്കറ്റിൽ അന്വേഷിക്കാം. നല്ല രീതിയിൽ എനിക്ക് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അസൈൻമെൻറ്റ്, എക്സാം ഒക്കെ ഒന്നിച്ച് വരുമ്പോൾ ടെൻസ്ഡ് ആകാറുണ്ടെങ്കിലും അതൊക്കെ ആ ടൈമിൽ കുറച്ച് സാക്രിഫൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. ഞാനും റെഗുലറായി ചെയ്തതാണെങ്കിലും ഡിസ്റ്റൻസ് ചെയ്തതാണെങ്കിലും എല്ലാ കോഴ്സിനും അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. എല്ലാം സ്മൂത്ത് ആൻഡ് ഈസിയായി വരാറില്ല. അത് എല്ലാ യൂണിവേഴ്സിറ്റിയും എല്ലാ കോളേജുകൾക്കും എല്ലാ കോഴ്സുകൾക്കും വരുന്ന കാര്യമാണ്. ചെറിയ ചെറിയ സാക്രിഫൈസ് എല്ലാവരും ചെയ്യാറുണ്ട്. സോ അതിന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതൊരു യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നമാക്കുന്നതിന് പകരം അത് നിങ്ങൾക്കുണ്ടാക്കുന്ന ഒരു ചാലഞ്ചായി ഏറ്റെടുത്ത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റുഡൻസ് കൊടുക്കുന്ന ഗ്രീവൻസ് നോക്കി പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് VC പറഞ്ഞത്. SGOU യൂണിവേഴ്സിറ്റി ഇൻ BEd കൂടി കൊണ്ടുവരണം എന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം യൂണിവേഴ്സിറ്റി VCയോട് ഞാൻ അറിയിക്കാം. ചാനൽ 23159 എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് ചോദ്യം, ക്യാൻ യു പ്ലീസ് ഡു എ വീഡിയോ ഓൺ ലീൻ സിഗ്മ സർട്ടിഫിക്കേഷൻ. ഇത് റിലേറ്റഡ് അല്ല, പക്ഷേ ഇദ്ദേഹത്തോട് പറയാനുള്ളത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. OHHEHO എന്നുള്ളൊരു അക്കൗണ്ടാണ്. ഞാനിപ്പോൾ 2023 ജൂലൈ ബാച്ച് 4th സെം ആണ്. എനിക്ക് അത് വരെ പ്രോബ്ലം ഒന്നും
ഉണ്ടായിട്ടില്ല. എക്സാം മാത്രം കുറച്ച് ലേറ്റായിട്ട് ആണ്. അത് ഈ സ്റ്റുഡൻസ് തന്നെ ലേറ്റാക്കണം എന്ന് മെയിൽ അയച്ച് ആക്കുന്നതും ആണ്. എന്നിട്ട് ലാസ്റ്റ് ഈ സ്റ്റുഡൻസ് തന്നെ പറയും ഇയർ പ്രോപ്പർലി ഫിഷ്. ഓക്കെ, ഇവർ പറയുന്നത് ഒരു ഇതാണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് തന്നെ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും എക്സാമിനേഷൻ കുറച്ച് ഡിലേ ചെയ്യണം, കാരണം അഡ്മിഷൻ കുറച്ച് ഡിലേ ആയതുകൊണ്ടായിരിക്കാം. സോ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റിയോട് ഇമെയിൽ അയച്ചിട്ട് പറയും എക്സാമിനേഷൻ കുറച്ച് ഡിലേ ചെയ്യണമെന്ന്. പക്ഷേ ഇതേ സ്റ്റുഡൻസ് അല്ലെങ്കിൽ വേറെ ചില സ്റ്റുഡൻസ് പറയും എക്സാമിനേഷൻ ഡിലേ ആകുന്നു എന്നുള്ളത്. സോ യൂണിവേഴ്സിറ്റിയെ കുട്ടികൾ കോൺടാക്റ്റ് ചെയ്യുന്നു ടു പോസ്റ്റ്പോൺ ദ എക്സാമിനേഷൻ. അപ്പോൾ ചിലപ്പോൾ കൺവിൻസ്ഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് ബാക്കി ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. സോ അത് യൂണിവേഴ്സിറ്റിയുടെ പോരായ്മയായി മുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യമായി എനിക്ക് പറയാനുള്ളത് ഒരിക്കലും എക്സാമിനേഷൻ പോസ്റ്റ്പോൺ ചെയ്യരുത് എന്നുള്ളതാണ്. എക്സാമിനേഷൻ കറക്റ്റ് ഷെഡ്യൂളിൽ തന്നെ നടത്തിയാൽ അത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. ചില കുട്ടികൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചാൽ ഈ പറയുന്ന പോലുള്ള പല പ്രശ്നങ്ങളും ചിലപ്പോൾ വരും. അത് പേഴ്സണലി ഞാൻ അഗെയിൻസ്റ്റാണ് ഫോർ പോസ്റ്റ്പോണിങ് ദ എക്സാമിനേഷൻ. എല്ലാം കറക്റ്റ് ഷെഡ്യൂൾ തന്നെ കഴിയുകയാണെങ്കിൽ നല്ലതാണ്. നേരത്തെ പറഞ്ഞ വേറൊരു കാര്യം കൂടി, അതായത് അസൈൻമെൻറ്റും എക്സാമിനേഷനും ഒക്കെ ഒന്നിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. സോ അതൊക്കെ എടുത്ത് പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ എക്സാമിനേഷൻ ഡിലേ ആക്കാൻ പറയുന്നത്. ഓക്കെ, സോ ഇതേ കുട്ടികൾ തന്നെ പിന്നീട് കംപ്ലൈൻറ്റും പറയും. സോ ഇതൊക്കെ കുട്ടികളുടെ പ്രശ്നങ്ങളാണ്. അത് പഠിക്കുമ്പോൾ എല്ലാവരും നേരിടുന്ന കാര്യങ്ങളാണ്. സോ കുട്ടികൾ ചെറിയ സാക്രിഫൈസ് എന്തായാലും ചെയ്യണം. പഠിക്കുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് വെച്ചിട്ട് തന്നെ പഠിക്കണം ആണ് എനിക്ക് പറയാനുള്ള കാര്യം. അത് VC പറഞ്ഞ കാര്യമല്ല. ഏതായിരുന്നാലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഈവൻ എക്സാമിനേഷൻ വരെ പോസ്റ്റ്പോൺ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ, അതും ഇമെയിൽ അയച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ അത് പോസ്റ്റ്പോൺ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞങ്ങൾ പഠിക്കുമ്പോഴൊന്നും ആ ഒരു ലക്ഷറി ഉണ്ടായിരുന്നില്ല. അടുത്തത് UNI ഇൻഫോ എന്നുള്ള അക്കൗണ്ടാണ്. ഞാൻ 2ാം വർഷം 4ാം സെം വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ഒപ്പം മറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തവർക്ക് ഫൈനൽ റിസൾട്ട് വന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടി. എനിക്ക് 4ാം സെമസ്റ്റർ ക്ലാസ് പോലും തുടങ്ങിയിട്ടില്ല. ചുരുക്കത്തിൽ ഞാൻ ഇത് പറയുന്നത് സ്വാർത്ഥ താല്പര്യത്തിന് പുറത്താണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ, അതായത് ചില കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് യൂണിവേഴ്സിറ്റിക്ക് ഇമെയിൽ അയക്കുന്നുണ്ട്, എക്സാമിനേഷൻ പോസ്റ്റ്പോൺ മാറ്റിവെക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കുട്ടികളുടെ താല്പര്യത്തിന് വേണ്ടി മാറ്റിവെച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വൈകിയത്. സോ ഇവിടെ ഒരു കാര്യം വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, ഒരിക്കലും യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഡിലേ ചെയ്യരുത്. അസൈൻമെൻറ്റും എക്സാമിനേഷനും കൊളൈഡ് ചെയ്താൽ പോലും എക്സാമിനേഷൻ കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റും കറക്റ്റ് ടൈമിൽ തന്നെ എത്തും. ഓക്കെ, സോ അതാണ്. അടുത്തത് VCക്ക് ജാഡ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ആ കുട്ടിയുടെ അസൈൻമെൻറ്റ്സ് പേപ്പർ എവിടെ പോയി എന്നാണ് ചോദ്യം. പിന്നെ വൈവയ്ക്ക് പോകുന്നവർക്ക് ഇരിക്കാൻ ബെഞ്ച് വേണ്ടേ? ഇത്രയും പൈസ വാങ്ങിയ സമയത്ത് ടെക്സ്റ്റ് ഇല്ല. വിദ്യാർത്ഥികളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ എന്ത് ന്യായം? 5 വർഷം തയ്യാറെടുപ്പ് എല്ലാം നടത്തിയിട്ട് വേണം യൂണിവേഴ്സിറ്റി തുടങ്ങാൻ. ഓക്കെ, ഇത് യൂണിവേഴ്സിറ്റിയോട് പറയുകയാണ്, നിങ്ങൾ 5 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്താൽ പോരെ, എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇത്രയും ഒരു കുട്ടികൾ ബുദ്ധിമുട്ടി ലക്ഷങ്ങൾ കൊടുത്ത് കയ്യിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അന്യ സംസ്ഥാനങ്ങളിലുള്ള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങി അവസാനം കടലാസിൻ്റെ വില പോലും ഇല്ലാതെ വീട്ടിൽ വെച്ച് കിടന്നുറങ്ങേണ്ട അല്ലെങ്കിൽ കരഞ്ഞു തീർക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് പെട്ടെന്ന് തന്നെ അപ്രൂവൽ കൊടുത്തതും ബന്ധപ്പെട്ട അധികൃതർ അതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതും. സോ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിക്കുന്ന സൗകര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദ അതർ സൈഡ് എന്താണ് എന്ന കാര്യം കൂടി അറിയാൻ അല്പമെങ്കിലും മനസ്സ് കാണിക്കുക. തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. എവിടെ പോയാലും വെരിഫിക്കേഷൻ്റെ ഇഷ്യൂ വരുന്നില്ല എന്ന കാര്യമൊക്കെ വീണ്ടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. VCക്ക് ജാഡ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അല്ല ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചത്. മറിച്ച് VC അത്രത്തോളം താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും നിങ്ങൾ ഇമെയിൽ അയച്ചാൽ അതിന് റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ. ഇനിയിപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററിൽ ബെഞ്ചുണ്ടോ എന്നൊക്കെ VCക്ക് വന്ന് നോക്കാൻ പറ്റില്ല. പിന്നെ ഫീസ് ഇത് ചെറിയ ഫീസാണ്. ഇതിനേക്കാൾ എത്രയോ കൂടുതൽ 10 മടങ്ങ് ഫീസ് വാങ്ങിച്ചിട്ട് നിങ്ങളെ പറ്റിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ എൻകൗണ്ടർ എന്നുള്ള അമലിൻ്റെ ചാനലിൽ പോയിട്ട് നോക്കിയാൽ മതി. പല വർഷങ്ങളിലായി ഡിഗ്രികൾ ചെയ്ത് അവസാനം
ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യവുമില്ലാതെ വീട്ടിലിരിക്കുന്നുണ്ട്. അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ദ അതർ സൈഡ്. ഓക്കെ, സോ ദയവായി ഈ പൊട്ടക്കിണത്തിലെ തവളയെ പോലെ ജീവിക്കാതെ എന്താണ് ചുറ്റുപാട് നടക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. പ്രശ്നങ്ങൾ എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനൊക്കെയുള്ള സിറ്റുവേഷൻ സൊല്യൂഷനായിട്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത്. സോ ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിട്ട് ഇതുപോലെ കമൻ്റ് അടിക്കാൻ വരിക. ഓക്കെ, അതാണ് നമ്മുടെ നന്ദന നിഷ് കിച്ചൺ 7898 എന്നുള്ള അക്കൗണ്ടിനോട് പറയാനുള്ളത്. അടുത്തത് അബ്ദുറഹ്മാൻ ബി 2049. ഈ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് സ്ട്രക്ചർ എത്ര പാവപ്പെട്ട കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും? നിങ്ങൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയുടെ ഫീസ് സ്ട്രക്ചർ നോക്കിയാൽ ഇത് അഫോർഡബിൾ ഫീസാണ്. ഇതൊക്കെ പറയുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ സംസ്ഥാനത്തുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുന്നോട്ട് പോക്ക് അത് നമ്മുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആണ് എന്ന കാര്യം മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ ഉൾക്കൊള്ളാൻ പറ്റും. അതിനുവേണ്ടിയാണ് പരമാവധി കുറച്ചിട്ട് ഫീസ് നൽകുന്നത്. ഫീസ് കുറേ കൂടി കുറച്ചാൽ പിന്നീടത് ആ യൂണിവേഴ്സിറ്റിയുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് ബുദ്ധിമുട്ടാകും. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ പ്രിൻ്റ് വേണം, എക്സാമിനേഷൻ നടത്താനുള്ള സ്റ്റഡി സെൻറ്റേഴ്സ് വേണം, സ്റ്റഡി മെറ്റീരിയൽസ് വേണം, പല കാര്യങ്ങളുമുണ്ട്. അതിനൊക്കെ മാൻ പവർ വേണം, മെഷീൻസ് വേണം, ഒക്കെ വേണം. സോ അതിനൊക്കെ പേയ്മെൻറ്റും ആവശ്യമാണ്. അബ്ദുറഹ്മാൻ ബി ഇൻടേക്ക് 5 ജൂലൈ അഡ്മിഷൻ ഫസ്റ്റ് സെം എക്സാം മാറ്റിവെച്ചത് എന്ത് കാരണത്താലാണെന്ന് VC പറയണം. ഓക്കെ, സോ ഓരോ എക്സാമിനേഷൻ്റെയും മാറ്റിവെച്ചത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന അത്ര ഒരു സുതാര്യത ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ VCയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ട്. പക്ഷേ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുടെ കാര്യം കൂടി നിങ്ങൾ ദയവായി അന്വേഷിക്കുക. ഇതുപോലുള്ള ചോദ്യം ചോദിക്കാനുള്ള ഒരു സ്പേസ് പോലും അവർ നൽകാറില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് VC നിങ്ങളോട് ആൻസർ പറയാനുള്ള ഒരു താല്പര്യമെങ്കിലും കാണിക്കുന്നു എന്നുള്ള ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ദയവായിട്ട് അബ്ദുറഹ്മാൻ ബി പെരുമാറുക. ബോധമില്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കുക. ചോദിക്കുമ്പോൾ തന്നെ ആ ചോദ്യത്തിനൊരു മെറിറ്റ് വേണം മിനിമം. SSQB3 ന്യൂ എന്നുള്ള ഒരു അക്കൗണ്ട്. ഞാൻ SJU സ്റ്റുഡൻ്റ് ആണ്, 2023 ബാച്ച്, 4th സെം PG ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെയുള്ളതിൽ എക്സാം റിസൾട്ട് അസൈൻമെൻറ്റ് മാർക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആകെയുള്ള കുഴപ്പം ബുക്ക് കറക്റ്റായി കിട്ടുന്നില്ല. അതുപോലെ എക്സാം ഡേറ്റ് അസൈൻമെൻറ്റ് പെട്ടെന്നായിരിക്കും വരിക. അതുകൊണ്ട് പഠിക്കാൻ ഉള്ള ടൈം കിട്ടുന്നില്ല. ബുക്ക് കിട്ടി ഒന്ന് നോക്കി വരുമ്പോൾ അസൈൻമെൻറ്റ് എഴുതാൻ വരും. അത് കഴിഞ്ഞ ഉടനെ പരീക്ഷ വരും. പരീക്ഷ ഫീസ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, ആ യൂണിവേഴ്സിറ്റിയുടെ തുടക്കമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അവർ നികത്തുന്നു എന്നാണ് VC തന്നെ പറഞ്ഞത്. സോ ഇൻ കമ്മിങ് മന്ത്സ് ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അബ്ദുറഹ്മാൻ ബി വീണ്ടും ഇൻടേക്ക് 5 ജൂലൈ അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ 1ാം സെം എക്സാം റിസൾട്ട് എന്ന് വരും? LSC മലപ്പുറത്ത് ഇതുവരെ 1ാം സെമസ്റ്റർ അസൈൻമെൻറ്റ് റിസൾട്ട് പോലും പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നാൽ പെരിന്തൽമണ്ണയിൽ 2ാം സെം അസൈൻമെൻറ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. സോ ഇദ്ദേഹം പറയുന്നത് ഒരു രീതിയിലുള്ള ഒരു അണ്ടർ ടോൺ എന്നുള്ളത് റീജിയണലി ചില ജില്ലകളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എനിക്കൊരു അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഇതുവരെ വന്നിട്ടില്ല. ഏതായിരുന്നാലും ഈ ഒരു കൺസേൺ അബ്ദുറഹ്മാൻ വി യൂണിവേഴ്സിറ്റിയുടെ VCയുമായി ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നീട് ജോയ് ധാരൻ 3860 എന്നുള്ളൊരു അക്കൗണ്ടാണ്. നോട്ട് ഓൺലി പാരൽ കോളേജസ് ബട്ട് ദർ ആർ മെനി ഓൺലൈൻ ട്യൂഷൻ സെൻറ്റേഴ്സ് ഓൾസോ അഗെയിൻസ്റ്റ് ദിസ് യൂണിവേഴ്സിറ്റി. ഐ ആം എ 60-year-old സ്റ്റുഡൻറ്റ് ഇൻ ദിസ് യൂണിവേഴ്സിറ്റി. 60 years എനിക്ക് ഡൗട്ടാണ് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. Studying my own, and I really want to appreciate SJOU and the respected people behind it. Thank you for clarifying this. Okay, so basically ഇദ്ദേഹം പറയുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കെതിരെ പാരൽ കോളേജസ് മാത്രമല്ല ഓൺലൈൻ ട്യൂഷൻ സെൻറ്റേഴ്സ് വരെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്, പല നിക്ഷിപ്ത തൽപര കക്ഷികളും അവരുടെ ലാഭത്തിന് വേണ്ടി ഈ ഒരു യൂണിവേഴ്സിറ്റിയെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്കും തോന്നുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആസ് എ സ്റ്റുഡൻറ്റ് നിന്ന് കൊടുക്കരുത്. ദയവായിട്ട് അതുപോലുള്ള പ്രൊപ്പഗൻഡ സ്പ്രെഡ് ചെയ്യരുത്. ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്, നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അതോടൊപ്പം ഓൺലൈൻ എഡ്യൂക്കേഷൻ ഡിഗ്രിയൊക്കെ നൽകാൻ കേരളത്തിന് സർക്കാർ നൽകിയ ഒരു വലിയ കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. അത് ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും, ഇന്ന് LDF ആണെങ്കിൽ നാളെ ചിലപ്പോൾ UDF വരും, വീണ്ടും ചിലപ്പോൾ LDF വരും. ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അത് ആ രാഷ്ട്രീയ കക്ഷിയുടെ യൂണിവേഴ്സിറ്റിയല്ല, മറിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് എന്ന് മനസ്സിലാക്കി ദയവായിട്ട് പെരുമാറുക. നിങ്ങൾക്ക്
ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്പബിലിറ്റി ഫീസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് തോന്നുന്നെങ്കിൽ ദയവായിട്ട് ദ അതർ സൈഡ് ചെക്ക് ചെയ്യുക, ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുടെ ഫീസുമായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, അതായത് വാലിഡ് ആയിട്ടുള്ള, അതല്ലാതെ ബ്ലാക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് വന്ന ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് എന്നറിയില്ല ഉത്തരം ലഭിച്ചപ്പോൾ. ഇതായിരുന്നാലും ചെറിയൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യപ്പെടണം എന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്തത്. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.